നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം തലച്ചത്. ദോഹയിലെത്തിയ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനെ കൂടിക്കാഴ്ച നടത്തി. ഗസയിൽ അടിയന്തര വെടിനിർത്തലിന് നടത്തുന്ന ശ്രമങ്ങളും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള നീക്കങ്ങളും അമീർ ഫലസ്തീൻ പ്രസിഡന്റിനെ ധരിപ്പിച്ചു. ഫലസ്തീൻ ജനതയ്ക്കിടയിൽ ഐക്യത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ അമീർ സ്വാഗതം ചെയ്തു. സൂയസ് കനാലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ 60% ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറിയതായി അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. ചെങ്കടലിൽ ആക്രമണം ശക്തമായതോടെയാണ് കൂടുതൽ കപ്പലുകൾ ബദൽ റൂട്ടുകളിലേക്ക് ഗതാഗതം മാറ്റിയത്. ബദൽ റൂട്ടുകൾ തെരഞ്ഞെടുക്കുന്നത് ചെങ്കടൽ പ്രതിസന്ധിക്ക് പരിഹാരമല്ലെന്ന് മാരിടൈം ഓർഗനൈസേഷൻ പറഞ്ഞു. ഗസക്കെതിരായ ഇസ്രായേൽ ആക്രമണം കടുത്തതോടെയാണ് ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിലും ഭീഷണി നേരിട്ട് തുടങ്ങിയത്. പ്രതിസന്ധി ശക്തമായതോടെ ഈജിപ്തിലെ സൂയസ് കനാലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ 60% ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറി. എന്നാൽ കപ്പലുകൾ വഴിതിരിച്ചുവിടുന്നത് ചെങ്കടലിലെ പ്രതിസന്ധിക്ക് പരിഹാരമല്ലെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ മേധാവി അഭിപ്രായപ്പെട്ടു. അതേസമയം ചില ഷിപ്പിംഗ് കമ്പനികൾ തെക്കൻ ആഫ്രിക്കയ്ക്ക് ചുറ്റും ദൈർഘ്യമേറിയതും ചിലവേറിയതുമായ റൂട്ടിൽ സഞ്ചരിക്കാൻ കപ്പലുകൾക്ക് നിർദ്ദേശം നൽകി. സംഘർഷം വ്യാപാര മേഖലയിലും കപ്പൽ ചെലവുകളിലും സൃഷ്ടിക്കുന്ന ആഘാതം ആശങ്ക ഉയർത്തുന്നതാണെന്ന് അന്താരാഷ്ട്ര നാണയനിധി പറഞ്ഞു. ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിനു ശേഷം നിരവധി പ്രധാന ഷിപ്പിംഗ് കമ്പനികൾ ചരക്ക് നീക്കം ബദൽ റൂട്ടുകളിലേക്ക് വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇത് ആഗോള വിതരണത്തിലും ചരക്ക് വ്യാപാരത്തിലും ഇൻഷുറൻസിലും ചെലവുകൾ ഉയരാൻ കാരണമാകുമെന്നും IMF വ്യക്തമാക്കി. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ഇരട്ട നികുതി ഒഴിവാക്കാനുള്ള കരാറിൽ കുവൈത്തും UAEയും ഒപ്പുവെച്ചു. കഴിഞ്ഞ ദിവസം ദുബൈയിൽ നടന്ന ചടങ്ങിലാണ് കുവൈത്ത് ധനകാര്യമന്ത്രി ഡോക്ടർ അൻവർ അൽ മുദാഫും UAE ധനകാര്യ സഹമന്ത്രി മുഹമ്മദ് അൽ ഹുസൈനിയുമായി കരാറിൽ ഒപ്പുവെച്ചത്. കരാറിലൂടെ നികുതി വെട്ടിപ്പും നികുതി കരാറുകളുടെ ദുരുപയോഗവും തടയാൻ കഴിയുമെന്നാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAEയിലെത്തും. അബുദാബി സയ്യിദ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. മറ്റന്നാൾ അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അഹ്ലൻ മോദി എന്ന പേരിലാണ് അബുദാബി സയ്യിദ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രിക്ക് വൻ സ്വീകരണ പരിപാടി ഒരുക്കുന്നത്. അബുദാബിയിലെ ഇന്ത്യൻ എംബസി, ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവ വിവിധ പ്രവാസി കൂട്ടായ്മകളുടെ പിന്തുണയോടെ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ 50,000-ലധികം പേർ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. ഇതിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ 60,000 പിന്നിട്ടതായി സംഘാടകർ അറിയിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം ആരംഭിക്കും. വൈകുന്നേരം 6-നാണ് പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യുക. UAEയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ സാമൂഹിക പരിപാടിയായിരിക്കുമിതെന്ന് സംഘാടകർ പറഞ്ഞു. UAEയിലെ മിക്ക ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും പരിപാടിയിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കും. 100 ബസ്സുകളിലായി 4,000 വിദ്യാർത്ഥികളെ പരിപാടിയിലെത്തിക്കുമെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അറിയിച്ചു. ബുധനാഴ്ച അബുദാബിയിൽ നിർമ്മിച്ച മിഡിൽ ഈസ്റ്റിലെ ആദ്യ ഹിന്ദു ശിലാക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം മോദി നിർവഹിക്കും. ദുബൈയിൽ നടക്കുന്ന ആഗോള സർക്കാർ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി സംസാരിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ ഭാരവാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 12 വരെയാണ് നിയന്ത്രണം. തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ബസ്സുകൾക്കും ഈ സമയം നഗരത്തിൽ പ്രവേശനം അനുവദിക്കില്ലെന്ന് അബുദാബി പോലീസ് അറിയിച്ചു. മീഡിയ 1, അബുദാബി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഖത്തർ സന്ദർശിക്കും. UAEയിൽ ഹിന്ദു ക്ഷേത്ര ഉദ്ഘാടനത്തിനു ശേഷമാണ് മോദി ദോഹയിൽ എത്തുക. 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ UAEയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ സന്ദർശിക്കുന്ന കാര്യം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. ബുധനാഴ്ച ഖത്തറിലെത്തുന്ന പ്രധാനമന്ത്രി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ നാവികരുടെ മോചനത്തിൽ പ്രധാനമന്ത്രി അമീറിനെ നേരിട്ട് നന്ദി അറിയിക്കും. ഡിസംബറിൽ ദുബൈയിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ വെച്ച് ഇരു നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയിരുന്നു. ഇതിനു മുമ്പ് 2016-ലാണ് പ്രധാനമന്ത്രി ഖത്തറിൽ സന്ദർശനം നടത്തിയത്. മീഡിയ 1, ദോഹ. ഹയാ വിസ വഴി ഖത്തറിലേക്ക് വരാനുള്ള കാലാവധി അവസാനിച്ചു. ഹയാ വിസയിൽ രാജ്യത്തുള്ളവർക്ക് ഫെബ്രുവരി 24 വരെ തുടരാം. അതേസമയം ടൂറിസ്റ്റ് വിസകളായ ഹയാ A1, A2, A3 വിസകൾ തുടരും. ലോകകപ്പ് ഫുട്ബോൾ സമയത്ത് വിദേശികൾക്ക് ഖത്തറിലേക്കുള്ള ഏക പ്രവേശന മാർഗമായിരുന്നു ഹയാ വിസ. ലോകകപ്പിന് പിന്നാലെ വിനോദസഞ്ചാര സാധ്യതകൾ മുൻനിർത്തി ആദ്യം കഴിഞ്ഞ ജനുവരി 24 വരെയും പിന്നീട് ഏഷ്യൻ കപ്പിനായി ഫെബ്രുവരി 24 വരെയും വിസ കാലാവധി നീട്ടി. എന്നാൽ ഈ വിസയിൽ ഖത്തറിലേക്ക് പ്രവേശിക്കാനുള്ള സമയപരിധി ഈ മാസം 10 വരെയാണ് നിശ്ചയിച്ചിരുന്നത്. ഹയാ വിത്ത് മീ വിസയിൽ ഖത്തറിൽ വന്നവർ 24-നകം മടങ്ങണം. അല്ലാത്ത പക്ഷം നിയമ നടപടി നേരിടേണ്ടി വരും.
മീഡിയ 1 ദോഹ. ബഹ്റൈനിൽ വിസിറ്റ് വിസയിൽ നിന്ന് സ്പോൺസറെ കൂടാതെ ജോലിയിലേക്കോ ആശ്രിത വിസയിലേക്കോ മാറുന്നത് നിർത്തിവെക്കാൻ തീരുമാനം. വിസിറ്റ് വിസയിൽ എത്തുന്നവർക്ക് വർക്ക് പെർമിറ്റ് നേടുന്നതിനായുള്ള ഫീസ് നിരക്ക് നിലവിൽ 60 ദിനാറിൽ നിന്ന് 250 ദിനാറായി വർദ്ധിപ്പിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡന്റ് അഫയേഴ്സിന്റെയും പുതിയ തീരുമാനപ്രകാരം രാജ്യത്തേക്ക് വിസിറ്റ് വിസയിലെത്തുന്നവർക്ക് സ്പോൺസറില്ലാതെ ജോലിയിലേക്കോ ആശ്രിത വിസകളിലേക്കോ അവരുടെ സന്ദർശന വിസ മാറ്റി നൽകുന്നത് നിർത്തിവെക്കും. സ്പോൺസറില്ലാതെ സന്ദർശന വിസയിൽ നിന്ന് വർക്ക് പെർമിറ്റിലേക്കുള്ള മാറ്റം അനുവദിക്കില്ല. ഈ നിബന്ധന പ്രകാരം വിസിറ്റ് വിസയിൽ നിന്ന് വർക്ക് പെർമിറ്റിലേക്ക് മാറുവാനുള്ള ഫീസ് നിരക്ക് നിലവിലെ 60 ദിനാറിൽ നിന്ന് 250 ദിനാറായി വർദ്ധിപ്പിച്ചു. അപേക്ഷകൻ അവരുടെ പ്രാരംഭ സന്ദർശക വിസയുടെ അതേ തൊഴിലുടമയുടെ കീഴിൽ സ്പോൺസർഷിപ്പ് തേടുകയാണെങ്കിൽ മാത്രമേ ഈ മാറ്റം സാധ്യമാവുകയുള്ളൂ. നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡന്റ് അഫയേഴ്സ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുമായി ചേർന്ന് പുതിയ പരിഷ്കാരം ഫലപ്രദമായി നടപ്പിലാക്കും. ബഹ്റൈനിലേക്ക് വിസിറ്റ് വിസകളിൽ എത്തുന്നവർ പിന്നീട് വർക്ക് പെർമിറ്റ് നേടുന്നത് നിയമപ്രകാരം നിരോധിക്കണമെന്ന് ബഹ്റൈൻ പാർലമെന്റ് അംഗങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ നിയമ ഭേദഗതി ഉണ്ടാകണമെന്ന ആവശ്യം 5 എംപിമാരുടെ നേതൃത്വത്തിലാണ് ഉന്നയിച്ചത്. 6 മാസ കാലയളവിനുള്ളിൽ 8000-ലധികം വിസിറ്റ് വിസകൾ വർക്ക് പെർമിറ്റായി മാറിയത് അംഗീകരിക്കാനാവില്ലെന്ന് എംപിമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2019 മുതൽ 2023 ജൂൺ വരെ 85,246 പ്രവാസികൾക്ക് സന്ദർശക വിസ തൊഴിൽ പെർമിറ്റുകളായി മാറ്റാൻ അനുമതി ലഭിച്ചതായും എംപിമാർ വിശദീകരിച്ചു. രാജ്യത്തെ തൊഴിൽ മേഖലയിൽ പ്രവാസികളുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് പുതിയ തീരുമാനം. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. 11ാമത് ലോക സർക്കാർ ഉച്ചകോടിക്ക് ദുബൈയിൽ തുടക്കമായി. UAE മന്ത്രിസഭാ കാര്യമന്ത്രിയും സമ്മറ്റിന്റെ ചെയർമാനുമായ മുഹമ്മദ് അൽ ഖർഗാവി ആമുഖ ഭാഷണം നടത്തി. ലോകം യോജിപ്പോടെ മുന്നോട്ടു പോകാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 120 രാജ്യങ്ങളിലെ സർക്കാർ പ്രതിനിധികളും 25 രാഷ്ട്ര നേതാക്കളും പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ ഇത്തവണ ഇന്ത്യ, ഖത്തർ, തുർക്കിയ എന്നിവ അതിഥി രാജ്യങ്ങളാണ്. 85 അന്താരാഷ്ട്ര പ്രാദേശിക കൂട്ടായ്മകളും ഉച്ചകോടിയുടെ ഭാഗമാണ്. 110 സംവാദങ്ങൾ, 200 ആഗോള പ്രഭാഷകരുടെ സംസാരങ്ങൾ, 300 മന്ത്രിമാരുടെ പങ്കാളിത്തം, 4000 പ്രതിനിധികൾ എന്നിങ്ങനെ വിപുലമായ രീതിയിലാണ് ഉച്ചകോടി ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബോളിവുഡ് താരം ഷാരൂഖ് ഖാനും ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ഇരുവരും ബുധനാഴ്ചയാണ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുക. ഉദ്ഘാടന ദിവസമായ ഇന്ന് ഉച്ചകോടിയിൽ സംസാരിച്ച ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് മഹാമാരികളെ നേരിടാൻ അന്താരാഷ്ട്ര ഉടമ്പടി വേണമെന്ന് ആവശ്യപ്പെട്ടു. 2018 ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത് ലോകം ഒരു മഹാമാരിയെ നേരിടാൻ സന്നദ്ധമായിട്ടില്ലെന്ന് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി അദ്ദേഹം അനുസ്മരിച്ചു. 2 വർഷത്തിനുള്ളിൽ മഹാമാരി പിടികൂടി ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. കോവിഡാനന്തരം വീണ്ടും ഇതേ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ മഹാമാരിയെ നേരിടാൻ ലോകം ഇനിയും ഒരുങ്ങിയിട്ടില്ലെന്ന് പറയാനാകുമെന്നും ഗബ്രിയേസസ് പറഞ്ഞു. അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അല്ലാത്തപക്ഷം അടുത്ത തവണയും നാം അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മീഡിയ 1, ദുബൈ. കുവൈത്തിൽ സഹേൽ ആപ്ലിക്കേഷന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഉടൻ റിലീസ് ചെയ്യുമെന്ന സൂചന. സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കുന്ന നടപടികളുടെ ഭാഗമായാണ് ആപ്പ് പുറത്തിറക്കിയത്. ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറക്കുമെന്ന് സഹേൽ ആപ്പിന്റെ ഔദ്യോഗിക വക്താവ് യൂസഫ് കാസത്തെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സർക്കാർ ഇടപാടുകളുടെ ഏകീകൃത പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന സഹേൽ ആപ്പിൽ നിലവിൽ 35 സർക്കാർ വകുപ്പുകളുടെ 350-ലധികം സർവീസുകൾ ലഭ്യമാണ്. 2021 സെപ്റ്റംബർ 15 ആരംഭിച്ച ആപ്ലിക്കേഷനിൽ 30 ദശലക്ഷത്തിലധികം ഇടപാടുകളും സേവനങ്ങളും നൽകിയതായി അധികൃതർ പറഞ്ഞു. സ്വദേശികളും വിദേശികളുമടക്കം 16 ലക്ഷത്തിലധികം വരിക്കാരാണ് സഹേൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ അറബിക് ഭാഷയിൽ മാത്രമാണ് ആപ്പ് ലഭ്യമായിട്ടുള്ളത്. ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറക്കുന്നതോടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർ അടക്കമുള്ള പ്രവാസികൾക്കും ആപ്പ് ഉപകാരപ്രദമാകുമെന്നാണ് പ്രതീക്ഷ. സർക്കാർ മന്ത്രാലയങ്ങളെ സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റിയുടെ കമ്പ്യൂട്ടർ ശൃംഖലയുമായി ബന്ധപ്പെടുത്തിയാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. രേഖകളുടെ സാധുത ഉറപ്പുവരുത്താൻ QR കോഡ് സൗകര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. UAE-യിൽ നിന്ന് നാട്ടിലേക്ക് പണമയക്കാൻ ഇനി ചെലവേറും. പണമയക്കുമ്പോൾ ഈടാക്കുന്ന ഫീസ് 15% വർദ്ധിപ്പിക്കാൻ മണി എക്സ്ചേഞ്ചുകൾക്ക് അനുമതി ലഭിച്ചു. ഓരോ ഇടപാടിനും 2.5 ദിർഹം വരെ പ്രവാസികൾ അധികം നൽകേണ്ടി വരും. മണി എക്സ്ചേഞ്ചുകളിൽ നേരിട്ടെത്തി പണമയക്കുന്നവർക്കാണ് ഫീസ് വർധന ബാധകമാവുക. എന്നാൽ ഇവരുടെ മൊബൈൽ ആപ്പ് വഴി പണമയക്കുന്നവരുടെ ഫീസ് വർദ്ധിപ്പിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. UAE-യിലെ എക്സ്ചേഞ്ച് ഹൗസുകളെ പ്രതിനിധീകരിക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് റെമിറ്റൻസ് ഗ്രൂപ്പ് അഥവാ ഫെർജ് ആണ് ഇക്കാര്യം അറിയിച്ചത്.
15% ഫീസ് വർദ്ധിപ്പിക്കുമ്പോൾ 1000 ദർഹമിന് മുകളിൽ അയക്കാൻ നിലവിൽ ഈടാക്കുന്ന 23 ദർഹം എന്നത് 25 ദർഹം 50 ഫിൽസായി ഉയരും. 1000 ദർഹത്തിന് താഴെ പണമയക്കുന്നവർക്കുള്ള ഫീസ് 17.5 ദർഹത്തിൽ നിന്ന് 20 ദർഹമായും വർദ്ധിക്കും. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പണമയക്കാനുള്ള ഫീസിൽ വർധനയുണ്ടാവുന്നതെന്ന് എക്സ്ചേഞ്ച് അധികൃതർ പറഞ്ഞു. ഓൺലൈൻ വിനിമയം പ്രോത്സാഹിപ്പിക്കാനാണ് ആപ്പിൽ നിന്ന് പണമയക്കാൻ ഇളവ് നൽകുന്നത്. പണമയക്കാൻ മണി എക്സ്ചേഞ്ച് ശാഖകളെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളെ ഫീസ് വർധന ബാധിക്കും. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ 56 രൂപയോളം പണമയക്കാൻ അധികം നൽകണം. അഥവാ 575 രൂപയോളം ഫീസ് ഇനത്തിൽ മാത്രം പ്രവാസികളിൽ നിന്ന് ഈടാക്കും. മീഡിയ 1 ദുബായ്. സൗദിയിൽ കഴിഞ്ഞ വർഷം 345 ഹോട്ടലുകൾ അടച്ചുപൂട്ടിയതായി ടൂറിസം മന്ത്രാലയം. സഞ്ചാരികൾക്കായുള്ള സേവനങ്ങളിൽ വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടിയത്. 30,000-ത്തിലധികം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായും മന്ത്രാലയം അറിയിച്ചു. സൗദിയിലെത്തുന്ന സഞ്ചാരികൾക്ക് മികച്ച സേവനങ്ങൾ ഉറപ്പാക്കാൻ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി മേഖലയിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 26,000-ത്തിലധികം ലംഘനങ്ങളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 345 ഹോട്ടലുകൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ടൂറിസം മേഖലയുടെ സുസ്ഥിരത ഉറപ്പാക്കാനും സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനുമാണ് പരിശോധനകൾ ശക്തമാക്കിയത്. ഇതിലൂടെ സഞ്ചാരികൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുമെന്ന് ടൂറിസം മന്ത്രി പറഞ്ഞു. കൂടാതെ സഞ്ചാരികൾ നൽകിയ 40,000-ത്തിലധികം പരാതികൾ റെക്കോർഡ് വേഗത്തിൽ പരിഹരിച്ചതായും മന്ത്രി വ്യക്തമാക്കി. സഞ്ചാരികൾക്കായി നിലവിൽ 2.25 ലക്ഷത്തിലേറെ ഹോട്ടൽ മുറികളാണ് രാജ്യത്തുള്ളത്. ആഡംബര സൗകര്യങ്ങളോടെയുള്ള പുതിയ ഹോട്ടൽ മുറികൾ രാജ്യത്ത് ഈ വർഷം സജ്ജമാക്കുന്നുമുണ്ട്. തമീം CP, മീഡിയ 1 റിയാദ്. ന്യൂനമർദ്ദത്തെ തുടർന്ന് സൗദിയിലും വ്യാപക മഴ. കിഴക്കൻ സൗദിയിലും വടക്കൻ പ്രവിശ്യകളിലും റിയാദ്, തൈസ് ഭാഗങ്ങളിലുമാണ് ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായത്. ന്യൂനമർദ്ദത്തെ തുടർന്ന് സൗദിയിലുടനീളം ശക്തമായ മഴയെത്തുമെന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കിഴക്കൻ പ്രവിശ്യയിലും റിയാദ് വടക്കൻ മേഖലകളിലും മഴ ശക്തമായത്. ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച മഴ രാത്രിയോടെ ശക്തി പ്രാപിച്ചു. ഇടിമിന്നലോട് കൂടിയ മഴയാണ് മിക്കയിടങ്ങളിലും അനുഭവപ്പെട്ടത്. ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. പ്രധാന ഹൈവേകളിലെ ടണലുകൾ മുൻകരുതലിന്റെ ഭാഗമായി അടച്ചിട്ടതിനാൽ റോഡുകളിൽ ഗതാഗത തടസ്സവും നേരിട്ടു. മഴയെ തുടർന്ന് കിഴക്കൻ പ്രവിശ്യയിലെ സ്കൂളുകൾക്കിന്ന് അവധി നൽകി. തായിഫിലെ ഹദ്ദ ചുരത്തിൽ മഴയെ തുടർന്ന് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. അൽബഹ ഉൾപ്പെടെയുള്ള ഹൈറേഞ്ചുകളിലും ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കടലിൽ പോകുന്നതിനും റോഡ് മാർഗം ദീർഘദൂര യാത്രകളിൽ ഏർപ്പെടുന്നതിനും ജാഗ്രത പാലിക്കാൻ സിവിൽ ഡിഫൻസും ട്രാഫിക് വിഭാഗവും മുന്നറിയിപ്പ് നൽകി. മഴ വരും ദിവസങ്ങളിലും തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകി. നൌഷാദ് റിക്കൂർ, മീഡിയ 1 ദമ്മാം. ഒമാനിൽ മസ്കത്ത് അടക്കമുള്ള വിവിധ ഗവർണറേറ്റുകളിൽ കനത്ത മഴ തുടരുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് മുസന്തം ഗവർണറേറ്റിലെ റിബ്ബ വിലായത്തിലാണ്. കനത്ത മഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് വടക്കൻ ബാത്തിനയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ കുടുങ്ങിയ 107 പേരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷപ്പെടുത്തി. ഫിസിക്കൽ തെറാപ്പി സെന്ററിൽ അകപ്പെട്ടിരുന്ന ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായി അതോറിറ്റി അറിയിച്ചു. ബുറൈമിൽ വാദിയിൽ വാഹനത്തിൽ അകപ്പെട്ടയാളെ സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തി. യെങ്കലിൽ 2 പേർ സഞ്ചരിച്ച വാഹനം വാദിയിൽ കുടുങ്ങി. ഒരാളെ രക്ഷപ്പെടുത്തി. റുസ്താഖിലെ വാദി ബനി ഗാഫിറിൽ 3 കുട്ടികളെ കാണാതായി. കാണാതായ ആളുകൾക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. സീബിൽ നിന്ന് ഒരാളെയും രക്ഷിച്ചു. ദാഹിറ ഗവർണറേറ്റിലെ യാങ്കുളിലെ വാദിയിൽ വാഹനത്തിൽ കുടുങ്ങിയ 6 പേരെയും രക്ഷിച്ചു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് മുവാസലാത്ത് മസ്കറ്റ് സിറ്റി സർവീസ് റദ്ദാക്കി. എന്നാൽ മറ്റ് സർവീസുകൾ പതിവ് പോലെ തുടർന്നു. മവേല സെൻട്രൽ മാർക്കറ്റ് മസ്കത്ത് മുനിസിപ്പാലിറ്റി അടച്ചിട്ടു. മസ്കത്ത് ഗവർണറേറ്റിലെ എമിറാത്ത് ബൌഷർ റോഡ് പൂർണ്ണമായി അടച്ചു. ബുധനാഴ്ച വരെ മഴയുണ്ടാകുമെന്നാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മീഡിയ 1 മസ്കത്ത്. കഠിനമായ തണുപ്പിലേക്ക് കടക്കാതെ സൗദിയിൽ ഇത്തവണത്തെ ശൈത്യകാലം. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തെവിടെയും 0 ഡിഗ്രി പോലും താപനില രേഖപ്പെടുത്തിയിട്ടില്ല. രാജ്യത്ത് ഒരാഴ്ച മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു.
മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സൗദിയിൽ ഇത്തവണ തണുപ്പ് കുറഞ്ഞ ശൈത്യകാലമാണ് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ വർഷം തണുപ്പുകാലത്ത് -7 ഡിഗ്രി വരെ താപനില രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ രാജ്യത്തെവിടെയും ഇത്തവണ 0 ഡിഗ്രി പോലും താപനില റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ രാജ്യത്ത് ഏറ്റവും തണുപ്പ് രേഖപ്പെടുത്തിയത് അൽജൌഫ് മേഖലയിലെ ഖുറയ്യാത്ത് ഗവർണറേറ്റിലാണ്. 1 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. എന്നാൽ വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം പറഞ്ഞു. മക്ക, അൽബഹ, അൽ ഖാസിം, റിയാദ്, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മഴ ലഭിക്കുക. ഇതോടെ മേഖലയിൽ തണുപ്പ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കി. ഫെബ്രുവരി 10 മുതൽ രാജ്യം ശൈത്യകാലത്തിന്റെ അവസാന പാദത്തിലാണുള്ളത്. 39 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് രാജ്യം തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് കടക്കുക. ഈ കാലയളവിൽ തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ മഴ വ്യാപിക്കും. തുടർന്ന് മധ്യവടക്കൻ മേഖലകളിലും പിന്നീട് കിഴക്കൻ പ്രവിശ്യയിലും മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കി. തമീം CP, മീഡിയ 1 റിയാദ്. കനത്ത മഴയിൽ ഒമാനിൽ 2 കുട്ടികൾ മരിച്ചു. ഹുസ്താഖിലെ വാദി ബനേഗാഹിറിൽ കാണാതായ 3 കുട്ടികളിൽ 2 പേരുടെ മൃതദേഹമാണ് തിങ്കളാഴ്ച രാത്രിയോടെ കിട്ടിയത്. മറ്റ് കുട്ടിക്കായി തെരച്ചിൽ നടത്തുകയാണെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. ദുബായിൽ കനത്ത മഴയിൽ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചവർ ദുബായ് പോലീസിന്റെ ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയും സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കണമെന്ന് അധികൃതർ. കേടുപാടുകളുള്ള ഫോട്ടോ സഹിതം സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്നവർ പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അപേക്ഷ നൽകി 2 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കും. ഖത്തർ ദേശീയ കായിക ദിനം നാളെ. വൈവിധ്യമാർന്ന പരിപാടികളാണ് രാജ്യത്ത് ഉടനീളം സംഘടിപ്പിക്കുന്നത്. നാളെ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ഉത്സവത്തിന് പിന്നാലെ ദേശീയ കായിക ദിനാഘോഷത്തിനൊരുങ്ങുകയാണ് ഖത്തർ. വിവിധ കായിക പരിപാടികളും മത്സരങ്ങളുമായി സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവാസി സംഘടനകളുമെല്ലാം സജീവമാണ്. ഈ മാസം മുഴുവൻ നീണ്ടുനിൽക്കുന്ന കായിക ദിനാഘോഷ പരിപാടികൾക്കാണ് തുടക്കമാകുന്നത്. ചോയ്സ് ഈസ് യുവേഴ്സ് എന്ന തലക്കെട്ടിലാണ് ഇത്തവണ ദേശീയ ദിനം ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലെ 2ാമത്തെ ചൊവ്വാഴ്ചയാണ് ഖത്തർ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. എഡ്യൂക്കേഷൻ സിറ്റി, അൽബിദ പാർക്ക്, മിഷേരിബ് ഡൗൺ ടൗൺ, ഒളിമ്പിക് മ്യൂസിയം, ആസ്പയർ ഫൗണ്ടേഷൻ തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ കായിക ദിനാഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 ദോഹ. സലാല KMCC 40ാം വാർഷികാഘോഷം വനിതാ ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷ ഷാഹിന നിയാസി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ വീടുകളിൽ ഒതുങ്ങേണ്ടവരല്ലെന്നും പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പ്രതികരിക്കേണ്ടവരാണെന്നും ഷാഹിന നിയാസി പറഞ്ഞു. സെക്കുലർ ഇന്ത്യക്കായി കഠിനാധ്വാനം ചെയ്തവരാണ് ലീഗ് നേതാക്കളെന്നും അവർ കൂട്ടിച്ചേർത്തു. ഹൈദർ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വിഭാവനം ചെയ്ത ദ ഹോണറബിൾ എക്സിസ്റ്റൻസ് ഓഫ് ദ മില്ലത്ത്, എന്റെ സമുദായത്തിന്റെ വെറും അസ്തിത്വമല്ല ഹൈദർ മില്ലത്ത് സ്വപ്നം കണ്ടത്, അഭിമാനകരമായ അസ്തിത്വം. ഇത്തിയിലെ സ്വകാര്യ ഫാം ഹൗസിൽ നടന്ന കുടുംബസംഗമം KMCC പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ഷെബീർ ഖലടി അധ്യക്ഷത വഹിച്ചു. ഹുസൈൻ കാച്ചിയോടി, മുസ്തഫ, ഷൗക്കത്ത് വയനാട് എന്നിവർ ആശംസകൾ നേർന്നു. കുട്ടികൾക്കും കുടുംബങ്ങൾക്കുള്ള വിവിധ മത്സരങ്ങളും വിവിധ കലാപരിപാടികളും നടന്നു. റഷീദ് കൽപ്പറ്റ സ്വാഗതവും സൈഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. മീഡിയ 1 സലാല. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കാനുള്ള BJP ഭരണകൂടത്തിനെതിരെ നിരന്തരം കലഹിക്കാൻ ഓരോരുത്തരും തയ്യാറാകണമെന്ന് നടി ഗായത്രി വർഷ കലാകുവൈത്ത് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ അനൂപ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. പ്രവീൺ നന്ദലത്ത്, സത്താർ കുന്നിൽ, ആശാലത ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇലക്ട്രോണിക് മീഡിയകൾ ഉള്ളടക്കത്തിലടക്കം പ്രൊഫഷണലിസത്തിലും നിലവാരം പുലർത്തണമെന്ന് കുവൈത്ത് ഇൻഫർമേഷൻ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ലാഫി അൽ സുബൈ. ജോർദാനിൽ നടന്ന അറബ് കമ്മിറ്റി ഫോർ ഇലക്ട്രോണിക് മീഡിയ അറബ് കമ്മിറ്റിയുടെ മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസയോഗ്യമല്ലാത്ത ഉറവിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് കൃത്യമായി പരിശോധിക്കണമെന്നും അൽ സുബൈ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി KMCC ദമ്മാം കൊണ്ടോട്ടി മണ്ഡലം ചായൽ സൽക്കാര ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു. പ്രവിശ്യയിലെ വ്യത്യസ്ത സംഘടനാ നേതാക്കളും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകരും പങ്കെടുത്തു. ഫാസിസ്റ്റ് വർഗീയ ശക്തികൾ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന സമകാലിക ഇന്ത്യയിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള അവസാന അവസരമാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു.
രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ സ്നേഹത്തിന്റെയും സമന്വയത്തിന്റെയും സന്ദേശവാഹകരായി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു. KMCC സൗദി നാഷണൽ സെക്രട്ടറി ആലിക്കുട്ടി ഒളവട്ടൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രവിശ്യയിലെ വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകരും സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. കുടുംബങ്ങൾ തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ പലഹാരങ്ങളടങ്ങിയ ചായസൽക്കാരവും ഒരുക്കി. ആസിഫ് മേലങ്ങാടി, സഹീർ മജിദാൽ, മുഷ്താഖ് പേങ്ങാട്, റസാഖ് ബാബു എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. കുവൈത്ത് ഇന്റർനാഷണൽ ഫാർമസി കോൺഫറൻസ് 8ാമത് എഡിഷന് തുടക്കമായി. കുവൈത്ത് സർവകലാശാലയുടെ നേതൃത്വത്തിലാണ് ഫാർമസി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റി ആക്ടിംഗ് ഡയറക്ടർ ഡോക്ടർ മിഷാരി അൽ ഹർബി ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന ക്ലിനിക്കൽ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് മേഖലകളിലെ പുതിയ ശാസ്ത്രീയ ഗവേഷണങ്ങളും അപ്ഡേറ്റുകളും സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് കോളേജ് ഓഫ് ഫാർമസി ആക്ടിംഗ് ഡീൻ ഡോക്ടർ മൈതം ഖാജ പറഞ്ഞു. NSS കുവൈത്ത് 147ാമത് മന്നം ജയന്തിയോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. പ്രഥമ ഭാരത കേസരി മന്നം പുരസ്കാരം ലുലു ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ MM യൂസുഫ് അലിക്ക് സമ്മാനിച്ചു. NSS കുവൈത്ത് 147ാമത് മന്നം ജയന്തിയോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം പാംസ് ബീച്ച് ഹോട്ടലിൽ സംഘടിപ്പിച്ചു. അനീഷ് P. നായർ അധ്യക്ഷത വഹിച്ചു. ഭാരത കേസരി മന്നം പുരസ്കാരം MA യൂസുഫ് അലിക്ക് റിട്ടയർഡ് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ IAS സമ്മാനിച്ചു. പാഠ്യ വിഷയങ്ങൾക്കൊപ്പം പൊതുവിജ്ഞാനം ആർജിച്ചുകൊണ്ട് വ്യക്തിത്വ വികസനം സാധ്യമാക്കുന്ന തരത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൊളിച്ചെഴുതണമെന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ ജിജി തോംസൺ IAS പറഞ്ഞു. യുവാക്കൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ അന്തസ്സായി ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും തൊഴിൽ സാധ്യതകളുമാണ് രാജ്യത്ത് ഉണ്ടാവേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്നേഹവീട് പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലായി 15 വീടുകളാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുക. കുവൈത്തിലെ മലയാളി ബിസിനസ് പ്രമുഖരായ KG എബ്രഹാം, VP മുഹമ്മദ് അലി, സുനിൽ, SD ബിനു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള എക്സലൻസ് അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു. മധു വെട്ടിയാർ, പ്രബീഷ് MP, സനൽകുമാർ, നിശാന്ത് S. മേനോൻ, സുജിത് സുരേഷൻ, ശ്യാംജിത് പിള്ള, ഓമനക്കുട്ടൻ, ബൈജു പിള്ള എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ജിദ്ദയിൽ കേരള എഞ്ചിനീയേഴ്സ് ഫോറം 25ാം വാർഷിക ആഘോഷം സംഘടിപ്പിക്കുന്നു. ശശി തരൂർ MP മുഖ്യാതിഥിയായിരിക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മുതൽ ജിദ്ദ ക്രൗൺ പ്ലാസ ഹോട്ടലിലാണ് പരിപാടികൾ. KMCC മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി കുവൈത്തിൽ സംഗമം സംഘടിപ്പിച്ചു. പഞ്ചത്തികൈ 2024 എന്ന പേരിൽ ഹിന്ദാസ് പാർക്കിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഉമ്മർ ഉപ്പള അധ്യക്ഷത വഹിച്ചു. റസാഖ് അയ്യൂർ ഉദ്ഘാടനം ചെയ്തു. കുവൈത്ത് ദേശീയ ദിനത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച പരിപാടിയിൽ പതാക ഉയർത്തി. ബഷീർ മുന്നിപ്പാടി, അബ്ദുള്ള കജെ, മൊയ്തീൻ ബായാർ, റിയാസ് അബൂർ എന്നിവർ സംസാരിച്ചു. ഖത്തർ മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ICC പ്രസിഡന്റ് AP മണികണ്ഠനും ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് EP അബ്ദുറഹിമാനും ചേർന്നാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത്. മജസ്റ്റിക് ഖത്തർ പ്രസിഡന്റ് നിഹാദ് അലി അധ്യക്ഷത വഹിച്ചു. ഖത്തറിലെ തിരുവനന്തപുരം ജില്ലക്കാരുടെ കൂട്ടായ്മയായ ട്രാക്കിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജയപാൽ മാധവാണ് പ്രസിഡന്റ്. ദിലീപ് ദേവദാസിനെ ജനറൽ സെക്രട്ടറിയായും വിപിൻ കുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഡോക്ടർ ബിഗേഷ് നായർ, അബ്ദുൾ അസീം, ഷീജ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് സഹഭാരവാഹികൾ. യൂത്ത് ഫോറം കരിയർ അസിസ്റ്റന്റ് വിഭാഗമായ കെയർ ദോഹ കരിയർ ഗൈഡൻസ് ശില്പശാല സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച വൈകുന്നേരം 7:45 യൂത്ത് ഫോറം ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽ നെയ്യം ബദി ഉസ്മാൻ സെഷന് നേതൃത്വം നൽകും. ഫുജൈറ എമിനൻസ് പ്രൈവറ്റ് സ്കൂളിൽ സൈബർ സ്ക്വയറിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് നടന്നു. 2ാം തവണയാണ് ഡിജിറ്റൽ ഫെസ്റ്റിന് സ്കൂൾ വേദിയാകുന്നത്. 30-ലേറെ സ്കൂളുകളിൽ നിന്നുള്ള പ്രതിഭകൾ ഫെസ്റ്റിൽ മാറ്റുരച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ടെക്ടോക്ക്, LOT എന്നിവയിൽ ആവേശകരമായ മത്സരങ്ങളാണ് അരങ്ങേറിയത്. 150ഓളം കുട്ടികളാണ് മത്സരങ്ങളിൽ ഭാഗവാക്കായത്. ഇന്ത്യ, സൗദി അറേബ്യ, ഈജിപ്ത്, ജോർദാൻ, നേപ്പാൾ, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ വിദഗ്ധരാണ് അതിഥികളായും ജഡ്ജസായും ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്. IBM വാട്സൺ ഉദ്ഘാടനം ചെയ്തു.
പുതുകാലത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകളെക്കുറിച്ച് വിദഗ്ധർ കുട്ടികളുമായി സംസാരിച്ചു. പുതുകാലത്തിന്റെ അനന്ത സാധ്യതകൾ ഉൾപ്പെടുന്ന നിർമ്മിത ബുദ്ധിയുടെ വിവിധ തലങ്ങൾ സ്വായത്തമാക്കാൻ ഡിജിറ്റൽ ഫെസ്റ്റ് കുട്ടികൾക്ക് ഏറെ ഉപകരിച്ചതായി ഫുജൈറ എമിനൻസ് പ്രൈവറ്റ് സ്കൂൾ സിഇഒ ഹാരിഷ് പറഞ്ഞു. സദ്ഭാവന ഗ്രൂപ്പ് മേധാവി ആമിർ തയ്യിൽ, സൈബർ സ്ക്വയർ ഡയറക്ടർ ദീപക് കേസി എന്നിവർ ഡിജിറ്റൽ ഫെസ്റ്റിന് നേതൃത്വം നൽകി. മീഡിയ 1 ഫുജൈറ. മിഡിൽ ഈസ്റ്റ് ആസ്ഥാനത്ത് നടന്നു. സിഇഒ റോഷൻ കാക്കാട്ട് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. GCC ജനറൽ മാനേജർ സവാബ് അലി, ഗൾഫ് മാധ്യമം ഡയറക്ടർ സലീം അമ്പലൻ, മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി MCA നാസർ, മീഡിയ സൊല്യൂഷൻ സീനിയർ മാനേജർ ഷഫ്നാസ് അനസ്, ദുബായ് ബ്യൂറോ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1ന്റെ നവീകരിച്ച ആസ്ഥാനത്താണ് ആഘോഷം സംഘടിപ്പിച്ചത്. ജിദ്ദയിൽ ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. പെരിന്തൽമണ്ണയിലെ ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റിയും ജില്ലാ പെരിന്തൽമണ്ണ NRI ഫോറവും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഖാലിദ് ബിൻ വലീദിലെ ബ്ലാസ്റ്റേഴ്സ് ഗ്രൗണ്ടിലാണ് മത്സരം. വിജയികൾക്ക് 5000 റിയാലും റണ്ണേഴ്സ് അപ്പിന് 3000 റിയാലും പ്രൈസ് മണി നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുവൈത്ത് എലത്തൂർ അസോസിയേഷൻ സൗത്ത് ഏഷ്യ സെവൻസ് ഏകദിന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 26-ന് പഹായിയിൽ സൂഖ് സഭ പബ്ലിക് അതോറിറ്റി ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് നടക്കുക. കേഫാക്കുമായി സഹകരിച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. സൗദിയിൽ ഖമീസ് മുഷൈത്ത് ക്രിക്കറ്റ് പ്രീമിയർ ലീഗിന്റെ ജേഴ്സിയും ട്രോഫിയും പ്രകാശനം ചെയ്തു. 8 ടീമുകൾ മാറ്റുരയ്ക്കുന്ന മത്സരത്തിലെ സ്പോൺസർമാർ ടീം ക്യാപ്റ്റന്മാർക്ക് ജേഴ്സി നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് കുറ്റിച്ചൽ ട്രോഫിയുടെ പ്രകാശനവും നിർവഹിച്ചു. ഫെബ്രുവരി 29 വൈകിട്ട് ഖമീസ് മുഷൈത്തിലെ ഡമാക് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. അസീൻ ക്രിക്കറ്റ് കൂട്ടായ്മയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. UAEയിൽ കനത്ത മഴ തുടരുന്നു. നാളെ സ്കൂളുകൾ ഓൺലൈൻ പഠനം തുടരാൻ എമിറേറ്റ്സ് സ്കൂൾ ബോർഡ് നിർദ്ദേശം നൽകി. ജീവനക്കാർക്ക് ജോലി സമയത്തിൽ വിട്ടുവീഴ്ച നൽകാൻ തൊഴിൽ മന്ത്രാലയവും നിർദ്ദേശം നൽകി. രാജ്യമെമ്പാടും ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി UAEയിലെമ്പാടും കനത്ത മഴ തുടരുകയാണ്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, അലൈൻ നഗരപ്രദേശങ്ങളിൽ ഞായറാഴ്ച രാവിലെ ആരംഭിച്ച മഴ ഇന്ന് രാത്രിയും തുടരുന്നു. അബുദാബി, ദുബായ്, അലൈൻ എന്നിവിടങ്ങളിൽ നാളെ രാത്രി 12 വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യമെമ്പാടും യെല്ലോ അലർട്ടും തുടരുന്നു. പ്രധാന റോഡുകൾ പലതും വെള്ളക്കെട്ടിന്റെ പിടിയിലാണ്. കനത്ത മഴ തുടരുന്നതിനാൽ രാജ്യത്തെ സ്കൂളുകൾക്ക് എമിറേറ്റ്സ് സ്കൂൾ ബോർഡ് നാളെയും ഓൺലൈൻ പഠനം നിർദ്ദേശിച്ചു. ദുബൈയിലെ സർക്കാർ ജീവനക്കാർക്ക് തുടർച്ചയായ 3-ാം ദിവസവും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകി. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് തൊഴിൽ സമയങ്ങളിൽ വിട്ടുവീഴ്ച നൽകാനും പുറത്തു പോകേണ്ടി വരുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാനും തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് ദുബായ് ഗ്ലോബൽ വില്ലേജ് അടച്ചു. ചൊവ്വാഴ്ച പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗ്ലോബൽ വില്ലേജ് അറിയിച്ചു. മീഡിയ 1 ദുബായ്. മഴയ്ക്കൊപ്പം UAEയിൽ ശക്തമായ ആലിപ്പഴ വർഷം. അബുദാബി എമിറേറ്റിലെ വിവിധ മേഖലകളിലാണ് കനത്ത ആലിപ്പഴ വർഷം അനുഭവപ്പെട്ടത്. അലൈൻ മേഖലയിൽ ഇന്ന് രാവിലെ പുറത്തിറങ്ങിയവരെ വരവേറ്റത് ഐസ് മൂടിയ മരുഭൂമിയാണ്. ഐസ് കട്ടകൾ പതിച്ച് നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. Full ice. ഇനി വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില നോക്കാം. ദോഹ കുറഞ്ഞ താപനില 15 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 12 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 14 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. മസ്കത്ത് കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. സലാല കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കറൻസി വിനിമയ നിരക്കുകൾ നോക്കാം.
സൗദി റിയാൽ 22 രൂപ 12 പൈസ, UAE ദിർഹം 22 രൂപ 59 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 79 പൈസ, ഒമാൻ റിയാൽ 215 രൂപ 49 പൈസ, കുവൈറ്റ് ദിനാർ 269 രൂപ 43 പൈസ, ബഹ്റൈൻ ദിനാർ 220 രൂപ 9 പൈസ.